إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, നമ്മുടെ നാടിനെ പറ്റി ലഹരിയിൽ മുങ്ങുന്ന നാട് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഏത് നിമിഷവും ലഹരി മാഫിയയുടെ കെണിയിൽ വീഴാവുന്ന കൗമാരങ്ങളായി നമ്മുടെ യുവതലമുറ മാറിയിരിക്കുന്നു. അതിനനുകൂലമായ ക്യാമ്പസുകളും അതുപോലെ തന്നെ വൃത്തികേടുകൾ കാട്ടിക്കൂട്ടുന്ന യൂട്യൂബർമാരായ ആളുകളെ റോൾ മോഡലുകളായി സ്വീകരിക്കുകയും ചെയ്യുന്ന ചെറിയ ചെറിയ കുട്ടികൾ വരെ അവരെയാണ് തങ്ങളുടെ മോഡലായി കാണുകയും ചെയ്യുന്ന വാർത്തയും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കൃത്യമായ നെറ്റ്വർക്കോടുകൂടി ഇത്തരത്തിലുള്ള ലഹരി മാഫിയകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൻ്റെ ഭയപ്പാടിലാണ് രക്ഷിതാക്കളായ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും. എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ലഹരി അല്ലെങ്കിൽ മദ്യം എന്ന് പറയുന്നത് അത് പോഷകാഹാരമാണെന്നും അതുകൊണ്ട് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് എന്നും സമൂഹത്തിൽ പറയുന്ന ജനപ്രതിനിധികളെയാണ് അല്ലെങ്കിൽ ഭരണാധികാരികളെയാണ് നമ്മൾ നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ ഒരു നേർചിത്രം എന്ന് പറയുന്നത്. വല്ലാത്തൊരു അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മദ്യവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, അതിനെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് എന്താണ്, കൃത്യമായി നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മദ്യത്തിലും അതുപോലെ തന്നെ ആഭാസങ്ങളിലും ആറാടി ജീവിച്ച ഒരു സമൂഹമുണ്ടായിരുന്നു. ആ സമൂഹത്തെ വിശുദ്ധ ഖുർആൻ അതിൻ്റെ വാക്യങ്ങൾ കൊണ്ട്, അതിൻ്റെ ആശയങ്ങൾ കൊണ്ട് അവരിലുണ്ടാക്കിയ പരിവർത്തനം എന്ത് എന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സമ്പൂർണമായ മദ്യനിരോധം ഏർപ്പെടുത്തിയത് കൊണ്ട്, അങ്ങനെ ഏർപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സും മിൻ അമലി ശൈത്വാൻ
വജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, വിശ്വാസികളെ, ഇന്നമൽ ഖംറു, തീർച്ചയായും മദ്യം, വൽ മൈസിർ, ചൂതാട്ടം എന്ന് പറയുന്നത്, വൽ അൻസ്വാബു, അതുപോലെ തന്നെ പ്രതിഷ്ഠകൾ അല്ലെങ്കിൽ ബലിപീഠങ്ങൾ, വൽ അസ്ലാമു, തങ്ങളുടെ ഭാവി അറിയാൻ വേണ്ടി നോക്കുന്നതായ പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകോലുകൾ, ഇതൊക്കെ റിജ്സും മിൻ അമലി ശൈത്വാൻ, ശൈത്വാന്റെ ഏറ്റവും മ്ലേച്ഛകരമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്, ഏറ്റവും മ്ലേച്ഛകരമായ കാര്യമാണ്. അതുകൊണ്ട് ഫജ്തനിബൂഹു, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം, നിങ്ങൾ വർജിക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം, നിങ്ങൾ വിജയിക്കുന്നവരായേക്കാം. മദ്യത്തിനും അതുപോലെ തന്നെ ലഹരിക്കും അടിമപ്പെട്ട ഒരു വ്യക്തിക്ക് ജീവിത വിജയം സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ ഉറപ്പിച്ചു പറയുകയും, അതൊരു വ്യക്തിയായാലും ശരി, അതൊരു സമൂഹമായാലും ശരി, അവർക്ക് വിജയമില്ല, അവർ വിജയിക്കുകയില്ല. വിജയിക്കണമെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുന്നത്. നമ്മുടെ നാടിൻ്റെ തനത് മദ്യം പ്രോത്സാഹിക്കപ്പെടട്ടെ എന്ന ചിലരുടെ വാക്കുകൾ സമൂഹത്തെ എത്രത്തോളം അരക്ഷിതാവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുക എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാ? ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ എന്ന അഭിസംബോധനത്തിലാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് നമ്മെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രസ്തുത വിളി അറിയിക്കുന്നതാകട്ടെ, ശേഷം പറയുന്ന കാര്യങ്ങൾ, ശേഷം പറയുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, ശേഷം പറയുന്ന മതത്തിൻ്റെതായ വിധികൾ, അത് നടപ്പിലാക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ സൃഷ്ടാവിന് ഉത്തരവേകിയവരാണ് വിശ്വാസികളായ ആളുകൾ. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ എന്ന് അള്ളാഹു വിളിച്ചത്. രണ്ടാമത്തെ കാര്യം, മദ്യത്തെ അള്ളാഹു ഏതിനോടൊപ്പമാണ് പറഞ്ഞത്? ചൂതാട്ടത്തോടും അതുപോലെ തന്നെ പ്രതിഷ്ഠകളോടും പ്രശ്നം വെച്ച് നോക്കുവാനുള്ള അമ്പുകോലുകളോടും ചേർത്ത് പറഞ്ഞത് മദ്യത്തെയാണ്. കാരണം എന്താ? ഇവയെല്ലാം വൻപാപങ്ങളാണ്, ഇവയെല്ലാം ഹറാമുകളാണ്. മദ്യം മഹാപാപമാണെന്നതിനാലും ആ മദ്യം സകല തിന്മകളുടെയും താക്കോലാണെന്നതിനാലുമാണ് അവയേക്കാൾ, ചൂതാട്ടത്തേക്കാൾ, അതുപോലെ തന്നെ പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകോലുകളേക്കാൾ, പ്രതിഷ്ഠകളേക്കാൾ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖംറു എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിന്റെ ഈ വചനത്തിൽ മദ്യത്തെ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം എന്താ? റിജ്സ് എന്നാണ്. റിജ്സ് എന്ന അറബി പദത്തിന്റെ അർത്ഥം ഏറ്റവും മ്ലേച്ഛമായത് എന്നാണ്, അല്ലെങ്കിൽ മാലിന്യത്തിനാണ് റിജ്സ് എന്ന് പറയുക, അറബി ഭാഷയിൽ അർത്ഥം പറയുക. അതുകൊണ്ടാണ് റിജ്സും മിനശ് ശൈത്വാൻ, ഇത് പിശാചിന്റെ അല്ലെങ്കിൽ മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഏറ്റവും മ്ലേച്ഛകരമായ, നീചകരമായ, മാലിന്യപരമായ കാര്യമാണ് എന്ന് പറഞ്ഞത്. ഇനിയോ അവസാനം അല്ലാഹു പറഞ്ഞു ഫജ്തനിബൂ, നിങ്ങളത് ഒഴിവാക്കണം, നിങ്ങളത് വർജിക്കണം. അതിനാൽ നിങ്ങളതൊക്കെ വർജിക്കുക. ആ പ്രയോഗം തന്നെ അർത്ഥവത്താക്കുന്നതാകട്ടെ, ഇജ്തനബ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നാണ്, അകലുക എന്നാണ്. അതിനോടും ആ വസ്തുവിനോടും അതിൻ്റെ അതിരുകളോടും അടുക്കാതിരിക്കുക എന്നൊക്കെയാണ് ഇജ്തനബ എന്ന പദത്തിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഫജ്തനിബൂ, നിങ്ങളത് ഒഴിവാക്കണം, നിങ്ങളതിൽ നിന്ന് മാറി നിൽക്കണം, അതിലേക്ക് എത്തുന്ന ഒരു കാര്യത്തിലേക്കും നിങ്ങൾ അടുക്കരുത് എന്നല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് മദ്യം ഒഴിവാക്കപ്പെടേണ്ടത്? ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ലഹരി വസ്തുക്കളായ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടത് എന്തുകൊണ്ടാണ്? മദ്യം ഒഴിവാക്കണമെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്താ? ഒന്നാമത്തെ കാരണം, അതിലൂടെ മനുഷ്യർക്കിടയിൽ ശത്രുതയും പകയും ഉണ്ടാകുന്നു. അല്ലാഹു പറഞ്ഞതാണത്. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഅളാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദൂകും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ. അല്ലാഹു പറഞ്ഞതാ, ഇന്നമാ യുരീദു ശൈത്വാൻ, തീർച്ചയായും പിശാച് ഉദ്ദേശിക്കുന്നത് അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഅളാഅ, നിങ്ങൾക്കിടയിൽ ശത്രുതയും
അതുപോലെ തന്നെ കോപവും ഉണ്ടാക്കാൻ ഏതിലൂടെ? ഫിൽ ഹംരി, മദ്യത്തിലൂടെ, വൽ മൈസിരി, ചൂതാട്ടത്തിലൂടെ. അപ്പൊ മദ്യവും ചൂതാട്ടവും അതുപോലെ തന്നെ ലോട്ടറിയും ഒക്കെ അതൊക്കെ ചൂതാട്ടത്തിൽപ്പെടും. അതൊക്കെ മനുഷ്യർക്കിടയിൽ ശത്രുതയും കോപവും ഉണ്ടാക്കും. അതുകൊണ്ട് ഒഴിവാക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ആളുകൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുക, അവർക്കിടയിൽ വിദ്വേഷമുണ്ടാക്കാൻ അത് കാരണമാകുമെന്നുള്ളതാണ്. രണ്ടാമത്, ഈ ആയത്തിലെ രണ്ടാമത്തെ എന്താ? വയസുദ്ദൂക്കും അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് അത് നിങ്ങളെ തടയും. ഏത്? ഹംറും മൈസിറും, മദ്യവും ചൂതാട്ടവും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അവ രണ്ടും നിങ്ങളെ തടയും. മൂന്നാമത്തത് വഅനിസ്വലാ, നമസ്കാരത്തെ തൊട്ട് നിങ്ങളത് തടയും. മദ്യവും ചൂതാട്ടവും നമസ്കാരത്തെ തൊട്ട് നിങ്ങളെ തടയും. എന്നിട്ടാ അള്ളാഹു ചോദിച്ചത് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ഇനിയും വിരമിക്കാറായില്ലേ, അവസാനിപ്പിക്കാറായില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ചോദിച്ചത്. ശത്രുതയും പകയും സമൂഹത്തിലെ അരക്ഷിതാവസ്ഥയുമല്ലാതെ മറ്റെന്താണ് ഈ സാമൂഹ്യ വിപത്തിലൂടെ ഈ ജനങ്ങൾക്കിടയിലൂടെ നേടിയെടുക്കാൻ കഴിയുക, അല്ലെങ്കിൽ അതിലൂടെ ലഭിക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തത് അതാണ്. ഇനി രണ്ടാമത്തെ കാരണം എന്താ? കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുമെന്നുള്ളത്, കുടുംബ ബന്ധങ്ങൾ തകരുമെന്നുള്ളത്. കുടുംബ ശൈഥല്യം, സാമൂഹികമായ അസമാധാനവുമാണ് മറ്റൊരു വിപത്ത് എന്ന് പറയുന്നത്. പറയാൻ പോലും പറ്റാത്ത തരം പൈശാചികമായ കൃത്യങ്ങൾ വേറെയും മദ്യപാനത്തിലൂടെ, ലഹരിയിലൂടെ ഉണ്ടാകുന്നു. എത്ര കുടുംബങ്ങളാണ് ഈ സാമൂഹ്യ വിപത്തിലൂടെ തകർന്നു പോയത്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയത്? എത്ര കുടുംബങ്ങളാണ് കണ്ണീർ കുടിച്ചുകൊണ്ടിരിക്കുന്നത്? എത്രയെത്ര കുടുംബിനികളാണ് കുഞ്ഞുമക്കളുമാണ് ലഹരി തലക്കു പിടിച്ചവരാൽ കൊല ചെയ്യപ്പെട്ടത്, ആക്രമിക്കപ്പെട്ടത്? മനുഷ്യ മനസ്സിനെ, അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന വാർത്തകൾ ദിനേന എന്നോണം വന്നുകൊണ്ടിരിക്കുന്നു. ആ വന്നിരുന്ന വാർത്തകളിലെ ബഹുഭൂരിപക്ഷം കേസുകളിലും വില്ലനാര ഒന്നുമില്ലെങ്കിൽ ലഹരിയും മദ്യവുമാണ് എന്നാണ്. ഒരാഴ്ച മുമ്പ് നമ്മളൊരു വാർത്ത വായിച്ചില്ലേ? സ്വന്തം പേരക്കുട്ടി തൻ്റെ വല്യപ്പയെയും അതിക്രൂരമായി കൊല്ലുകയും എന്നിട്ട് അവരുടെ തലയെറുത്തുകൊണ്ട് സ്റ്റെയർ കേസിൽ വെക്കുകയും ചെയ്ത വാർത്ത വായിക്കുകയും കേൾക്കുകയും ചെയ്തതാണ്. അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന കാരണം എന്താ? ലഹരിയായിരുന്നു എന്നാണ്. ആ പേരക്കുട്ടിക്ക് ആ ലഹരി മരുന്ന് മേടിക്കാനുള്ള 2000 രൂപ ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാൻ ആ വല്യപ്പയും തയ്യാറായില്ല. അതിൻ്റെ പേരിൽ ക്രൂരമായ കൊലപാതകം നടന്നു എന്നുള്ളത് നമ്മൾ വായിച്ചതാണ്. ഇനിയോ പോകട്ടെ, കഴിഞ്ഞ ദിവസം നടന്ന ഒരു പിഞ്ചു ബാലികയുടെ ക്രൂരമായ കൊലപാതകത്തിലും പ്രതി മദ്യലഹരിയിലായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്, അല്ലെ? ആ കുഞ്ഞിന് ജന്മം നൽകിയ മാതാപിതാക്കളുടെ വേദന താങ്ങാവുന്നതിലും എത്രയോ അപ്പുറമാണ്. എന്നാൽ അതുപോലെ തന്നെ അതാരാണ് ചെയ്തത്? ഒരു അന്യദേശക്കാരനായ, അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അയൽപക്കങ്ങളിൽ താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിലും നാം ജാഗ്രത പുലർത്തണമെന്ന ഒരു തിരിച്ചറിവ് കൂടി അതിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം എന്തേ? കഴിഞ്ഞ ദിവസം ആ പിഞ്ചു കുഞ്ഞിൻ്റെ മരണത്തിന്, അല്ലെങ്കിൽ ആ കൊലപാതകം അത്തരം ഒരു നീചന്റെ കൈകളാലാണ് ഉണ്ടായത് എന്ന് നമ്മൾ അറിയുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയോ എത്രയെത്ര വാർത്തകൾ നമ്മൾ വായിക്കുന്നു. ഈ അടുത്തൊരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ഏതാനും പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടപ്പെട്ടപ്പോൾ അതിലൂടെ ലഭിക്കുന്ന അവർ പറയുന്ന ഉത്തരമെന്താ? ഇത്തരം ആളുകളിൽ നിന്നാണ് അവർക്കും ഈ ലഹരി വസ്തുക്കൾ ലഭിച്ചത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മദ്യത്തിൻ്റെ വിപത്തുകളെ, അതുകൊണ്ടുണ്ടാകുന്നതായ ദോഷങ്ങളെ ഉണർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കുകൾ, പ്രവാചകന്റെ കൽപ്പനകൾ ഓരോന്നും എത്രമാത്രം പ്രസക്തവും ചിന്തനീയവുമാണ് എന്ന് നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയാ, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, മദ്യം എന്ന് പറയുന്നത് എല്ലാ തോന്നിവാസങ്ങളുടെയും അതുപോലെ തന്നെ എല്ലാ മ്ലേച്ഛതകളുടെയും മാതാവാണ് മദ്യം. വഅക്ബറുൽ കബായിർ, പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപമാണ് മദ്യം എന്ന് പറയുന്നത്.
പറയുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മൻ ശരിബഹ, ആരെങ്കിലും ആ മദ്യപിച്ചാൽ, മദ്യം കുടിച്ചാൽ, വഖഅല ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി, അവൻ അവന്റെ ഉമ്മയുടെ മേൽ വീഴും, അല്ലെങ്കിൽ അവന്റെ ഇളയമയുടെ മേൽ വീഴും, അമ്മായിയുടെ മേൽ വീഴും, അവരെ പോലും സമീപിക്കാൻ ആ മദ്യം അവന് കാരണമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് കുടിച്ചാൽ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നതാണ്. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചില്ല. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഉറ്റമിത്രം എനിക്കൊരു വസിയ്യത്ത് നൽകുകയുണ്ടായി, ഒരു ഉപദേശം നൽകുകയുണ്ടായി. എന്താണ് ഉപദേശം? റസൂലുള്ളാഹി പറഞ്ഞു, ലാ തശ്റബുൽ ഖംർ, നീ ഒരിക്കലും മദ്യപിക്കരുത്, മദ്യം കുടിച്ചു പോകരുത്. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ തിന്മകളുടെയും താക്കോൽ, എല്ലാ തോന്നിവാസങ്ങളുടെയും മ്ലേച്ഛതകളുടെയും താക്കോൽ അത് ഖംറാൻ, മദ്യമാണ്. അതുകൊണ്ട് നീ അത് കുടിക്കരുത് എന്ന് റസൂലുള്ളാഹി എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാൽ പരിവർത്തനം നൽകപ്പെട്ട, അങ്ങനെ പരിവർത്തനം സൃഷ്ടിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ പഴയകാല ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള. തിന്മകളുടെ അന്ധകാരം കാരണത്താൽ ജാഹിലിയ കാലഘട്ടം എന്ന് പോലും ആ കാലഘട്ടത്തെ വിളിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഒരു കാലഘട്ടം, കച്ചവടത്തോടൊപ്പം മദ്യവും വ്യഭിചാരശാലകളും അതുപോലെ തന്നെ പലിശയും ലോട്ടറിയും ചൂതാട്ടവും എല്ലാം അവരുടെ മുഖ്യ വരുമാനമായിരുന്നു. ആ നാട്ടുകാരുടെ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന അവരുടെ വരുമാനമായിരുന്നു. പരിശുദ്ധമായ കഅബ, ആ കഅബയെ ചെറിയ വലിപ്പത്തിലുള്ള കഅബ, അന്ന് ചെറിയ വലിപ്പത്തിലുള്ള ആ കഅബാലയം പോലും പുനർനിർമ്മിക്കപ്പെടുമ്പോൾ അതുപോലും നിർമ്മിക്കാനുള്ള ശുദ്ധമായ ഹലാലായ പണം അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല, ആ അറബികളുടെ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ അത്രത്തോളം മദ്യ കച്ചവടക്കാരായ ആളുകൾ, അത്രത്തോളം അധർമ്മങ്ങളിലും ആഭാസങ്ങളിലും അതുപോലെ തന്നെ ആയിരുന്ന ആ ജനതയുടെ ജീവിതം. അങ്ങനെയുള്ള ജനതയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് പരിവർത്തിപ്പിച്ചു കൊണ്ടുവന്നത്? അവർക്ക് എങ്ങനെയാണ് മാറ്റമുണ്ടാക്കിയത്? അത് അല്ലാഹു പറഞ്ഞു തന്നു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു പറയാ, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീൻ, നിരക്ഷരന്മാരായ ആ ആളുകളിലേക്ക് അല്ലാഹു ഒരു പ്രവാചകനെ അയച്ചു. അവരിൽ നിന്ന് തന്നെ റസൂലൻ, ഒരു ദൂതനെ നിയോഗിച്ചു. ജാഹിലിയ കാലത്ത് ഇത്രത്തോളം മദപ്പതിച്ച ആഭാസങ്ങളിൽ ഉണ്ടായിരുന്ന, മദ്യത്തിലും മദിരാശിയിലും കഴിഞ്ഞുകൂടിയ ആ സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ ദൂതനെ അള്ളാഹു പറഞ്ഞയക്കുകയാണ്. എന്തുകൊണ്ടാണ് അയച്ചത്? യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൽപ്പിക്കപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മേൽ ഓതിക്കൽപ്പിക്കപ്പെട്ടു. മാത്രമല്ല വയുസക്കീഹിം, അള്ളാഹു അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സംസ്കരണം ഉണ്ടാക്കി, അവർക്ക് തസ്കിയത്ത് നൽകി. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും അവരെ പഠിപ്പിച്ചു. അങ്ങനെയാണ് അവർക്ക് മാറ്റമുണ്ടായത്. ദീന് പഠിക്കുന്നതിലൂടെ, വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലൂടെ, പ്രവാചകന്റെ സുന്നത്തുകളെ പഠിക്കുന്നതിലൂടെ അവർക്ക് പരിവർത്തനം ഉണ്ടാക്കി. കാരണം ആ സമൂഹം എങ്ങനെയുള്ളവരായിരുന്നു? വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ, വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തെ പരിവർത്തിപ്പിച്ചത് അള്ളാഹുവിന്റെ ആയത്തുകൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ, വിശുദ്ധ ഖുർആൻ, പ്രവാചകന്റെ ഹദീസുകൾ. അതാണ് അവർക്ക് പരിവർത്തനം ഉണ്ടാക്കിയത്, മാറ്റമുണ്ടാക്കിയത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് നമുക്കും മാറ്റമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മദ്യലഹരിയെ അല്ലെങ്കിൽ മദ്യത്തെ ഇന്ന് മാന്യതയുടെ അടയാളമായി കണ്ടവർ വീടകങ്ങളിൽ നിന്ന് അതിനെ വലിച്ചെറിയുന്ന സ്ഥിതിവിശേഷം സംജാതമായി. ആ ജാഹിലിയ കാലത്തിലുണ്ടായിരുന്ന ആളുകൾക്ക്
സർവ മേഖലയിലും ലോകത്തിന് മാതൃക സമ്മാനിക്കാവുന്ന ഒരു സമൂഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ അറേബ്യൻ സമൂഹത്തെ അല്ലാഹു മാറ്റിയെടുത്തു എന്നാണ്. അവരെ മാറ്റി എന്നുള്ളതാണ്. എന്തിലൂടെയാണ് മാറ്റിയത്? വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകന്റെ ഹദീസുകളിലൂടെ, പ്രവാചകന്റെ ചരിത്രത്തിലൂടെ എന്നാണ് ഇസ്ലാം കൃത്യമായി അവിടുന്ന് പറഞ്ഞു തന്നത് എന്നാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള യുക്തിവാദികളും അതുപോലെ തന്നെ ഇതിനെ അനുകൂലിക്കുന്ന ആളുകളും ചോദിക്കുന്നത്, തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടില്ലേ, അതുപോലെ തന്നെ ആളുകൾ കള്ളു കുടിച്ചിട്ടില്ലെങ്കിൽ വരുമാനം കുറയില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരിക്കലും ആരോഗ്യകരമായ ഒരു സമൂഹ സൃഷ്ടിയെ ലക്ഷ്യം വെക്കാൻ, ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, മതപരമായി ഇതെല്ലാം വിലക്കപ്പെട്ടിട്ടും ഇത്തരം തിന്മകൾക്കെതിരെ നിലകൊള്ളേണ്ട ഭരണാധികാരികൾ അതിൻ്റെ പ്രയോക്താക്കളാകുന്നത് എത്ര ഖേദകരമാണ്. ഇത്തരം ആഭാസങ്ങൾക്കെല്ലാം കുടപിടിക്കുന്ന കാഴ്ചകൾ എത്രത്തോളം പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഹറാമാക്കപ്പെട്ട, നിഷിദ്ധമാക്കപ്പെട്ട പലതും ഹലാലാകുന്ന ഒരു കാലഘട്ടം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് പ്രവചിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് നിഷിദ്ധങ്ങളായതൊക്കെ ഹലാലായി കാണുന്ന ഒരു സമൂഹമുണ്ടാകും. അതിൽ അല്ലാഹുവിൻ്റെ റസൂൽ മദ്യത്തെയും എണ്ണിയിട്ടുണ്ട് എന്നാണ്. രണ്ടാമത്തെ കാരണം ഇതിൽ, അതുപോലെ തന്നെ മൂന്നാമത്തെ കാരണം, മദ്യവുമായി ബന്ധപ്പെട്ട് 10 വിഭാഗങ്ങളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംരി അശറ. മദ്യത്തിന്റെ കാര്യത്തിൽ 10 കാര്യങ്ങളെ റസൂലുള്ള ശപിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു, ആസിറഹ, അത് പിഴിഞ്ഞെടുക്കുന്നത്, വാറ്റിയെടുക്കുന്നവൻ. അതുപോലെ തന്നെ വമുഅത്തസിറഹ, ആർക്ക് വേണ്ടിയാണോ അത് വാറ്റപ്പെടുന്നത് അവൻ. വശാരിബഹ, അത് കുടിക്കുന്നവൻ. വഹാമിലഹ, അത് വഹിക്കുന്നവൻ. വൽ മഹ്മൂലതു ഇലൈഹി, ആരിലേക്കാണോ വഹിച്ചു കൊണ്ടുപോകപ്പെടുന്നത് അവൻ. വസാഖിഹ, അത് കുടിക്കുന്നവൻ. വബായിഹ, അത് വിൽക്കുന്നവൻ. വആകിലു സമനിഹ, അതിൻ്റെ വില ഭക്ഷിക്കുന്നവൻ. വൽ മുസ്തരിലഹ, അത് വാങ്ങുന്നവൻ. വൽ മുസ്തറാതു ലഹു, ആർക്ക് വേണ്ടിയാണോ വാങ്ങപ്പെടുന്നത് അവനും. ഇങ്ങനെ 10 ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ശാപമുണ്ട്, അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ഹറാമാണ്, നിഷിദ്ധമാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു മുസ്കരിൻ ഹംറുൻ വകുല്ലു മുസ്കരിൻ ഹറാമുൻ, എല്ലാ മത്ത് പിടിപ്പിക്കുന്നതും ഹംറാൻ, അതൊക്കെ മദ്യമാണ്. ലഹരി ഉണ്ടാക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഹംറാൻ, മദ്യമാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന കാര്യങ്ങളും അത് ഹറാമുമാണ്, നിഷിദ്ധവുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനിയോ 5ാമത്തെ കാര്യം, മദ്യപാനി ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മുഴുകുടിയൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ആഖുൻ വലാ മന്നാനുൻ വലാ മുദ്മിനു ഖംറിൻ വലാ വലദു സീനത്തിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ, മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവൻ, ചെയ്ത ഉപകാരങ്ങൾ എടുത്തു പറയുന്നവൻ, അതുപോലെ തന്നെ മുഴുകുടിയൻ, അതുപോലെ തന്നെ വ്യഭിചരിക്കുന്നവൻ, ഇവരൊരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനിയോ, മദ്യം സേവിക്കപ്പെടുന്ന തീന്മേശകൾ വരെ ഇരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹൽ ഖംർ. മദ്യം വിളമ്പപ്പെടുന്ന ഇതില് സേവിക്കുന്ന തീന്മേശകളിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള സൽക്കാരങ്ങളിൽ, ടേബിളുകളിൽ അവിടെ പോലും ഇരിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് താക്കീത് നൽകിയിട്ടുണ്ട്. ഇനിയോ സഹോദരങ്ങളെ, ഗൗരവമായ കാര്യം എന്താണ്? മദ്യം ഒരാളുടെ വയറ്റിലായിരിക്കെ അയാൾ മരണപ്പെട്ടാൽ അയാളുടെ അവസ്ഥ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അയാളുടെ നമസ്കാരത്തെ കുറിച്ചോ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യം എന്ന് പറയുന്നത്, ലഹരി എന്ന് പറയുന്നത് എല്ലാ മ്ലേച്ഛതകളുടെയും മാതാവാണ്.
എല്ലാ തിന്മകളുടെയും മാതാവാണ്. വമൻ ശരിബഹ, ആരെങ്കിലും അത് കുടിച്ചാൽ, ആരെങ്കിലും അത് സേവിച്ചാൽ, ലം യഖ്ബൽ അല്ലാഹു മിൻഹു സ്വലാതൻ 40 യൗമ, 40 ദിവസം അല്ലാഹു അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല. ആ മദ്യം ഒരാൾ കുടിച്ചാൽ 40 ദിവസം അല്ലാഹു അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും റസൂലുള്ള പറഞ്ഞു, വഇൻ മാത, അവൻ മരണപ്പെട്ടാൽ, വഹിയ ഫീ ബത്നിഹി, അവന്റെ വയറിൽ മദ്യത്തോടു കൂടിയാണ്, അവന്റെ ആമാശയത്തിൽ മദ്യത്തോടു കൂടിയാണ് അവൻ മരണപ്പെടുന്നത് എങ്കിൽ, മാത മൈതതൻ ജാഹിലിയ, അവൻ ജാഹിലിയ മരണമാണ് മരിക്കുന്നത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്ര ഗൗരവമാണ്! 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഒരാൾ അങ്ങനെ മരിക്കുമ്പോ ജാഹിലിയ മരണമാണ്, ഈമാനുള്ള മരണമല്ല, മുസ്ലിമിന്റെ മരണമല്ല അവൻ മരിക്കുന്നത് എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ഈ തിന്മ, അതിനെക്കുറിച്ച് ബോധവാന്മാരാകുകയും അതിൽ നിന്ന് അകന്നു നിൽക്കുകയും നമ്മുടെ മക്കൾ അത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നതിൽ നിന്ന് ജാഗ്രത രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സഹോദരങ്ങളെ, മദ്യത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചും അതുകൊണ്ടുണ്ടാകുന്ന നാളെ പരലോകത്തുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇത്തരത്തിൽ മദ്യത്തിലേക്കും അതുപോലെ തന്നെ ലഹരികളിലേക്കും എത്തുന്ന സാഹചര്യങ്ങളും അതുപോലെ തന്നെ അത് ഒഴിവാക്കാനുള്ള മാർഗങ്ങളും എന്താണ്? പലപ്പോഴും പ്രത്യേകിച്ച് കൗമാരക്കാരായ യുവാക്കളായ വിദ്യാർത്ഥികളാകുന്ന സമൂഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് എന്നിങ്ങനെ, ഒന്നാമത്തെ കാര്യം കൂട്ടുകെട്ടിലൂടെയാണ്. അതുകൊണ്ടാണ് ചീത്ത കൂട്ടുകെട്ട് ഒഴിവാക്കണമെന്ന് ഇസ്ലാം പറഞ്ഞത്. നല്ല ആളുകളോടാണ് കൂട്ടുകൂടേണ്ടത്. ഒരാൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാൾ തൻ്റെ ചങ്ങാതിയുടെ മതത്തിലായിരിക്കും, ദീനിലായിരിക്കും, തൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും. നല്ല കൂട്ടുകാരന്റെ ഉപമയും ചീത്ത കൂട്ടുകാരന്റെ ഉപമയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചീത്ത കൂട്ടുകെട്ടാണോ നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് എന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത്, രക്ഷിതാക്കളാണ് അറിയേണ്ടത്. ആരോടാണ് നമ്മുടെ മക്കൾ കൂട്ടുകൂടുന്നത്? ആരോടാണ് അവർക്ക് ബന്ധമുള്ളത്? ആരുടെ കൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത്? ആരോടൊപ്പമാണ് അവർ പോകുന്നത് എന്നതിനെ കുറിച്ച് അറിവുണ്ടാകണം. കാരണം ചീത്ത കൂട്ടുകെട്ട് ഇത്തരത്തിലുള്ള ലഹരിയിലേക്കും ലഹരി മാഫിയകളിലേക്കും അതുപോലെ തന്നെ തോന്നിവാസങ്ങളിലേക്കും ഈ ആളുകളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യം നിരോധിച്ചപ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ വരെ ഒഴിവാക്കാനും നശിപ്പിക്കാനും പ്രവാചകൻ പഠിപ്പിച്ചത് കാണാം. കാരണം എന്തേ? പിന്നെയും അത് കാണുമ്പോഴോ അല്ലെങ്കിൽ അതിലേക്ക് അടുക്കുമ്പോഴോ അവർക്കതിനോട് ആസക്തി ഉണ്ടാകുകയോ താല്പര്യം തോന്നുകയോ ചെയ്താൽ അത് ഉണ്ടാകാതിരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അത് ഒഴിവാക്കണം, നശിപ്പിക്കണം എന്ന് വരെ റസൂലുള്ള കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു മാനസിക രോഗി വീട്ടിലുണ്ടായാൽ എത്രത്തോളം പ്രയാസമാണോ അതിനേക്കാൾ ഇരട്ടി മടങ്ങ് പ്രയാസമാണ് ഒരു മദ്യപാനി വീട്ടിലുണ്ടായാൽ. അയാളെ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ, ലഹരിക്കടിമപ്പെട്ട ഒരാളെ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മൾ നിത്യേനയെന്നോണം കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കൂട്ടുകെട്ട് നന്നാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇതിന്റെ മദ്യപിച്ചാൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചാൽ അതിന്റെ ശിക്ഷയുടെ ഗൗരവം അതറിയണം, മനസ്സിലാക്കണം, അത് ബോധിപ്പിക്കണം എന്നുള്ളതാണ്, മനസ്സിലാക്കി കൊടുക്കണമെന്നാണ്. പരലോകത്ത് വരുമ്പോ മദ്യപാനികളായ ആളുകൾക്ക് ഉണ്ടാകുന്ന ശിക്ഷ എന്താണ്? അവർക്കതിലൂടെ ലഭിക്കുന്ന പരലോകത്തെ കടുത്ത ശിക്ഷ അത് ഗൗരവമുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമസ്കാരം സ്വീകരിക്കപ്പെടാതെ പോകുക എന്നുള്ളത്, അതുപോലെ തന്നെ ജാഹിലിയ മരണം മരിക്കുക എന്നുള്ളത്, നാളെ പരലോകത്ത് വരുമ്പോ അതിനേക്കാൾ കഠിനമായ ശിക്ഷക്ക് അവൻ വിധേയനാകും എന്നുള്ളത് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്നുള്ളതാണ്. ഇനിയോ സഹോദരങ്ങളെ,
ലഹരി ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ ശ്രമിക്കണം. അത്തരത്തിലുള്ള ആളുകളോട് കൂട്ടുകൂടാനോ അവരോടൊപ്പം തങ്ങളുടെ മക്കൾ സഞ്ചരിക്കാതിരിക്കാനോ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കാത്ത പല പേരുകളുമാണ് ലഹരിയെ കുറിച്ച് കേൾക്കുന്നത്. ആദ്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മദ്യം എന്ന് പറയുന്ന സാധനം മാത്രമാണ്. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് എന്താ? MDMA പോലെയുള്ള വളരെ എന്താ പറയുക, മാരകമായ ലഹരി വസ്തുക്കളാണ്. ആ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്, അത് ഉപയോഗിച്ചാൽ ആ ആളുകൾക്ക് അത് ഉപയോഗിച്ചതിന്റെ ക്ഷീണമുണ്ടാകില്ല. മദ്യപിച്ചവരെ കണ്ടാൽ ഒരുപക്ഷെ മദ്യപിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും, അറിയാൻ സാധിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചാൽ ഉപയോഗിച്ച വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയില്ല, അയാൾക്കൊരു ക്ഷീണവും ഉണ്ടായില്ല. മാത്രമല്ല എല്ലാ കാര്യങ്ങളും അവർ ആക്റ്റീവായിരിക്കും, നല്ല ഉണർച്ചയുണ്ടാകും. അത്തരം ആളുകൾക്ക് ഉറക്കം കുറവായിരിക്കും. അതുപോലെ തന്നെ എന്നാൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ നിത്യജീവിതത്തിലെ പല കാര്യങ്ങളിൽ നിന്നും അവർ സാവധാനം മാറി നിൽക്കും. അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത് അവരുടെ ലക്ഷണമെന്നാണ് നമ്മുടെ നിയമപാലകർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടകങ്ങളിൽ, നമ്മുടെ നാടുകളിൽ ഇത്തരം ലഹരികൾ ഉപയോഗിക്കുന്നവരില്ലെന്ന്, നമ്മുടെ മക്കൾ അത്തരത്തിലുള്ള അതിന് അടിമകളല്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, ഏറ്റവും വലിയ പരിഹാരം അത് ഇസ്ലാമാണ്. ദീന് പഠിക്കുക, ദീന് പ്രാവർത്തികമാക്കുക, അത് ജീവിതത്തിൽ കൊണ്ടുവരിക, അത് മക്കളെ പഠിപ്പിക്കുക, ഇസ്ലാമികമായ ഒരു അന്തരീക്ഷത്തിൽ വളരുക. അത് തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം. ഇത്തരത്തിലുള്ള ലഹരിക്കടിമപ്പെടാതിരിക്കാൻ, അതിലേക്ക് പോകാതിരിക്കാൻ ഉണ്ടാകേണ്ടത് അതാണ്. ഇസ്ലാമികമായ ചിട്ട, ആ ഇസ്ലാമികമായ ചിട്ടയുണ്ടാകണം. ഇത്തരം തിന്മകളിൽ എത്തിപ്പെടാതിരിക്കാൻ അതില്ലാതിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഏത് കാര്യം നോക്കിയാലും, ഉറക്കമായാലും ഭക്ഷണമായാലും വിനോദങ്ങളായാലും, അതിനൊക്കെ ഇസ്ലാം പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധി കടക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആ ഇസ്ലാമിക ചിട്ടയുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. ദീനനുസരിച്ച് ജീവിക്കുക, ദീന് പഠിക്കുക, ദീന് പ്രാവർത്തികമാക്കുക, ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളരുക, അങ്ങനെയുള്ള വീടുകളായി നമ്മുടെ വീടുകളെ മാറ്റുക എന്നുള്ളതാണ്. ഇത്തരം തിന്മകളിലേക്ക് നാമും നമ്മുടെ മക്കളും പോകാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഇത്തരം തിന്മകളെ ജാഗ്രതയോടുകൂടി കാണുകയും അതിൽ നിന്ന് അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മക്കളെ അത്തരത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധയും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സാന്ദർഭികമായ ഒരു കാര്യം നമ്മുടെ മസ്ജിദുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. നമ്മുടെ മസ്ജിദിന്റെ ഒരു പൊതുയോഗം ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച മഗ്‌രിബ് നമസ്കാര ശേഷം മദ്രസയിൽ വെച്ചിരുന്നു. അതുകൊണ്ട് എല്ലാ മെമ്പർമാരും മസ്ജിദുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മെമ്പർമാരും നിർബന്ധമായി ഞായറാഴ്ച ആ പൊതുയോഗത്തിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ, ശമനം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കപ്പെടുന്ന അള്ളാഹു അവർക്ക് സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കാരുണ്യമായ മഴ അള്ളാഹു നമുക്ക് വർഷിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم دمر أعداءنا وأعداء الدين. اللهم دمر أعداءنا وأعداء المسلمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه وأصحابه أجمعين والحمد لله رب العالمين.